DSSന്റെ നേതൃത്വത്തിൽ ഗോത്ര മഹോത്സവം സംഘടിപ്പിച്ചു. ഗോത്രകലകൾ ശ്രദ്ധേയമായി. റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് DSS കേരള ഗോത്ര മഹോത്സവം സംഘടിപ്പിച്ചത്. യോഗത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിന്നും സമ്മേളന നഗരിയിലേക്ക് നടന്ന ജയ് ഭീം റാലിയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അണിനിരന്നത്. അണ്ണാ DHRM പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കൊല്ലം ഉദ്ഘാടനം ചെയ്തു. കിട്ടിയതിന്റെ പേരിൽ മാത്രമാണ് 75 വർഷം പിന്നിട്ടിട്ട് പോലും ഈ രാജ്യം ഇന്നും ഒരു മേഖലയിൽ പോലും സ്വതന്ത്രമാകാതെ ഇവിടുത്തെ ആദിവാസി സമൂഹങ്ങൾ ജീവിക്കേണ്ട അവസ്ഥ എത്തുന്നത്. അധ്യക്ഷ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ മറ്റൊന്നും പോകണ്ട. ഈ രാജ്യത്തെ വികസനത്തെ കുറിച്ചോ ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന മറ്റു പ്രശ്നങ്ങളെ കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന രീതിയിൽ ഇവിടുത്തെ ജീവിക്കേണ്ട സമൂഹം എന്ന രീതിയിൽ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. DSS കേരള സംസ്ഥാന ചെയർപേഴ്സൺ രേഷ്മ കരുവേടകം അധ്യക്ഷത വഹിച്ചു. നിർധനരായ കുട്ടികൾക്ക് നൽകിവരുന്ന ബാബാ സാഹിബ് അംബേദ്കർ സ്കോളർഷിപ്പ് വിതരണം DHRM കേരള സംസ്ഥാന ചെയർപേഴ്സൺ അശ്വതി ബാബു നിർവഹിച്ചു. വിവിധ ദളിത് നേതാക്കളായ സജി കെ ചേരമൻ, ജിൻഷു, മാരിയപ്പൻ നീലിപ്പാറ, അനീസ്യ, സഞ്ജീവൻ പുളിക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. DSS കേരള ജോയിന്റ് സെക്രട്ടറി രമേശ് അരിങ്കൽ സ്വാഗതവും സംസ്ഥാന ട്രഷറർ രമണി സുന്ദരൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കാസർഗോഡിന്റെ തനത് കലകളായ മംഗലം കളിയും കൊറക നൃത്തവും മാധവൻ കൊട്ടോടി നയിച്ച കുമർ ഫോക്ക് ബാൻഡിന്റെ നാടൻ പാട്ടും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.